ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഈ മാസം നമ്മൾ പുറത്തു വരും എന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷനാണ്. മറ്റൊന്നുമല്ല, ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ PC പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്കറിയാം ITIയിൽ അധ്യാപകരാകാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഇതുവഴി ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, 4/6/2025 ജൂൺ 4-ാം തീയതിക്ക് മുന്നായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇതിനുള്ള ഓപ്ഷൻ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ നോട്ടിഫിക്കേഷനിലേക്ക് കൂടുതൽ നമുക്ക് കടക്കാം. അപ്പോൾ എന്തായാലും കാറ്റഗറി നമ്പർ 13/2025 ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ITIയിൽ ആണ് നമുക്ക് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ. സ്കെയിൽ ഓഫ് പേ ITIയിലെ അധ്യാപകരുടെ സ്കെയിൽ ഓഫ് പേ ഇപ്പം 37,400 മുതൽ 79,000 വരെയാണ്. വേക്കൻസീസ്, നമ്പർ ഓഫ് വേക്കൻസീസ്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നേ പറയുന്നുള്ളൂ. എത്ര വേക്കൻസി ആണെന്ന് നിലവിൽ നമുക്ക് അറിയത്തില്ല. പക്ഷേ പ്രീവിയസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം 33 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 33 അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേക്കൻസി അവിടെ കാണും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റാണ്. ഏജ് ലിമിറ്റ് വ്യത്യാസമൊന്നുമില്ല, 19 മുതൽ 44 വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി നോക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ എന്താണ്? നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് വിത്ത് 3 ഇയർ എക്സ്പീരിയൻസ്. അപ്പോൾ ITI ഒക്കെ ആണെങ്കിൽ +3 ഇയർ എക്സ്പീരിയൻസോടെ ചോദിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്, ഡിപ്ലോമ, മെയിനായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് ഡിപ്ലോമ ഇൻ ദ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. ഡിപ്ലോമ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ആയിട്ടുള്ള BTech MTech ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഇതിൽ ക്വാളിഫിക്കേഷൻ വെക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഡിപ്ലോമയ്ക്ക് അല്ലെ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് ഹയറായിട്ട് ഏതൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അല്ലെ ലാസ്റ്റ് ടൈം ഏതൊക്കെയായിരുന്നു ഇക്വലൻ്റ് ആയിട്ട് PSC അക്സെപ്റ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായാലും BTech ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആക്കിയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BTech ഇൻഡസ്ട്രിയൽ, അതുപോലെ BTech മെക്കാനിക്കൽ സ്ട്രീം പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, BE മെക്കാനിക്കൽ, MTech മെക്കാനിക്കൽ, ME മാനുഫാക്ചറിംഗ്. അപ്പോൾ ഇത്രയും ഹയർ കോഴ്സുകൾ എന്താണ് PSC കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം അക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസും ജസ്റ്റ് നോക്കാം. കാര്യം നമ്മൾ ഏതൊരു എക്സാമിന് പോകുമ്പോഴും നമ്മൾ ആ ഒരു എക്സാമിൻ്റെ പ്രീവിയസ് അനാലിസിസ് നടത്തിയിട്ട് വേണം പോകാൻ. അതായത് എത്ര കട്ട് ഓഫ് ആയിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം വേക്കൻസീസ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ച് അനാലിസിസ് നടത്തണം. അതുപോലെ തന്നെ ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2022 ഒക്ടോബർ 2022 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ആ സമയത്ത് കട്ട് ഓഫ് 74 ആയിരുന്നു. ഓക്കെ, കട്ട് ഓഫ് 74 എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു എക്സാം ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാം ഒന്നുമല്ല, അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ്. അത് വെച്ച് നോക്കുമ്പോൾ 74 എന്ന് പറയുന്നത് ഒരു വലിയ കട്ട് ഓഫ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, എന്തായാലും മാക്സിമം മാർക്ക് 82 ആയിരുന്നു വന്നിരുന്നത്. ടോട്ടൽ അഡ്വൈസ് 33. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ മെയിൻ ലിസ്റ്റ് 148 പേരുടെ മെയിൻ ലിസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം വിട്ടിരുന്നതെന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ എന്തായാലും റീസെൻ്റായിട്ട് നമുക്ക് കുറേ എക്സാമുകൾ, ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ എക്സാമുകളൊക്കെ നമുക്ക് വന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കുറേ അധികം കുട്ടികൾ കാണും. നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും ഈ ഒരു എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലേ. നമുക്കറിയാം, ഒരു നിമി ബേസ്ഡ് ബുക്കൊക്കെ വെച്ച് നമുക്ക് കുറേ MCQs ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും ശ്രദ്ധിക്കുക, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് ഒരു 3 months 4 months കൊണ്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോകാമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള സമയത്ത് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ ഉറപ്പായിട്ടും നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ വേണ്ടി സാധിക്കും. അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് ഒരു 90+ മാർക്ക് സ്കോർ ചെയ്ത് നമുക്ക് എന്താണ് ഈ ഒരു എക്സാമിന് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇതുവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവരാണേലും അല്ലാത്തവരാണേലും ശ്രദ്ധിക്കുക, ഇത് നല്ലൊരു അവസരം തന്നെയാണ്. മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് നല്ലൊരു അവസരം തന്നെയാണ്. ഇത് അപ്ലൈ ചെയ്യാതെ പോകരുത്. ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതെ നിങ്ങൾ ഇരിക്കുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈം നടന്ന അഡ്വൈസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഏണസ് അക്കാഡമിയിൽ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ട്രേഡ്സ്മാൻ വെൽഡിങ്ങിൻ്റെ ഒരു ബാച്ച് നമ്മുടെ ഇവിടെ പോയിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ, ഏറ്റവും നല്ല മെൻറ്റേഴ്സിനെയൊക്കെ നമുക്ക് നിങ്ങൾക്ക് തരാൻ സാധിച്ചു. ലൈവ് ക്ലാസ്സുകളും ആയിട്ട് വളരെ ഇൻട്രാക്റ്റീവായിട്ട് ക്ലാസ്സുകൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസാണ് നമുക്കുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ പുതുതായിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവ് ക്ലാസ്സും
റെക്കോർഡ് ക്ലാസ്സും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും മോക്ക് ടെസ്റ്റും മോഡൽ ടെസ്റ്റും മെൻറ്റർഷിപ്പും വാട്സപ്പ് കമ്മ്യൂണിറ്റിയും അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ജോയിൻ ചെയ്ത് തുടക്കം മുതൽ നമുക്ക് ആ ഒരു ബാച്ചിൻ്റെ കൂടെ പോകാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ 3 റാങ്കുകൾ മാത്രമാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ എക്സാംസിനൊക്കെ നമുക്ക് നല്ല റിസൾട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഉള്ള എക്സാമുകൾക്കും നമ്മൾ അത് തന്നെയാണ് എയിം ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഒരു കണ്ടന്റാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്താണ് ഈ ഒരു യോഗ്യത ഉള്ളവരെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാതിരിക്കരുത്. അപ്ലൈ ചെയ്യുക മാത്രമല്ല ഇന്ന് മുതൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെബിനാറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും നമ്മൾ കണ്ടക്ട് ചെയ്യും. അങ്ങനെയുള്ള വെബിനാറിലൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.